ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാസയിൽ അക്രമം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ഭീകരർ ഗാസയിലെ തെരുവിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത് ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ തുടരവെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് ഭീകരരെ കൊല്ലുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഹമാസ് ഭീകരർ എതിരാളികളായ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ പരസ്യമായി വധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായതിനു പിന്നാലെയാണ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഹമാസ് ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് ഗാസയിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നും കരാർ ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്ക് അധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലാണ് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചു. പുടിനുമായുള്ള ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല. നേരത്തെ ഉക്രൈൻ വിഷയത്തിൽ ഇരു നേതാക്കളും ഓഗസ്റ്റ് 15 അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു. ഗാസയിൽ സമാധാന കരാർ കൊണ്ടുവന്നതിൽ പുടിൻ തന്നെ അഭിനന്ദിച്ചതായി ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമാധാനം ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിക്കുന്നതിനും സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും. US-ൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയാണ് സെലൻസ്കി അമേരിക്കയിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പ്രതിഫലത്തിന്റെ ഒരു ഭാഗം ഇന്ത്യ ചൈനീസ് യുവാനിൽ നൽകി തുടങ്ങിയതായി റഷ്യയുടെ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്ക്. വ്യാപാരത്തിന് US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഈ നീക്കം. യുവാൻ അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾ ആരംഭിച്ചുവെങ്കിലും മൊത്തം വ്യാപാരത്തിൽ അവയുടെ പങ്ക് പരിമിതമായി തുടരുകയാണെന്ന് നോവാക്ക് പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഭൂരിഭാഗം പണമിടപാടുകളും റഷ്യൻ റൂബിളിൽ തന്നെയാണ് തുടരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാൻ ടു ഓയിൽ സംവിധാനം റഷ്യ ചൈന ബന്ധമായ ഡ്രാഗൺ ബിയർ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്ന് വ്യാപാര വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിൽ ബദൽ പണമിടപാട് സംവിധാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുള്ള എണ്ണ വ്യാപാരത്തിലെ തുടർച്ചയായ പ്രശ്നങ്ങളാണ് യുവാൻ പേയ്മെന്റുകളിലേക്കുള്ള ഈ ക്രമാനുഗതമായ മാറ്റത്തിന് കാരണം. മാറ്റം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന വ്യാപാര മിച്ചം എന്നിവ കാരണം ഇന്ത്യൻ രൂപ സ്വീകരിക്കാൻ റഷ്യൻ കയറ്റുമതിക്കാർ നേരത്തെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. 2025 സെപ്റ്റംബറിൽ മാത്രം ഏകദേശം 2.5 ബില്യൺ യൂറോയുടെ റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വാങ്ങിയത്. ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് 1% താഴെയായിരുന്ന റഷ്യൻ എണ്ണയുടെ വിഹിതം ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം 40% വർദ്ധിച്ചിട്ടുണ്ട്. H-1B വിസ ഫീസ് വർധനവിൽ ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടി. പുതിയ $1 ലക്ഷം ഫീസിനെതിരെ US ചേംബർ ഓഫ് കൊമേഴ്സ് കോടതിയിൽ. ഫീസ് വർധനവ് നിയമവിരുദ്ധമെന്നും ചെറുകിട ബിസിനസ്സുകൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ്. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് നടപടിയെന്ന് വൈറ്റ് ഹൌസ്. ഫീസ് വർധനവ് അമേരിക്കൻ ബിസിനസ്സുകൾക്ക്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അപ്രാപ്യമാക്കുമെന്നാണ് ചേംബറിന്റെ പ്രധാന വാദം. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും മത്സരശേഷിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ ഇമിഗ്രേഷൻ നിയമപ്രകാരം വിസ ഫീസുകൾ സർക്കാർ ചെലവുകൾക്ക് അനുസരിച്ചായിരിക്കണം. എന്നാൽ $1 ലക്ഷം പുതിയ ഫീസ് ഈ നിയമങ്ങളെ ലംഘിക്കുന്നതായും പ്രസിഡന്റ് തന്റെ അധികാരപരിധി ലംഘിച്ചതായും ചേംബർ ഓഫ് കൊമേഴ്സ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു.